ഹലോ, അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ കോഴ്സിലെ 4ാമത്തെ വീഡിയോ വെച്ചിട്ട് തുടങ്ങാം. ഈ വീഡിയോ ചെയ്യുന്നതോടെ നമുക്ക് ഫസ്റ്റ് മോഡ്യൂള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇനി ബാക്കിയായിട്ടുള്ള ടോപ്പിക്സ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറവും പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് യൂസിങ് MLPയും മാത്രമാണ്. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലസ്റ്ററിങ്ങും ക്ലാസിഫിക്കേഷനും രണ്ടും പറഞ്ഞായിരുന്നു. പക്ഷെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് ഡിഫറൻസ് ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പം ആ വിട്ടുപോയ ഒരു ടോപ്പിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലസ്റ്ററിങ്ങും ക്ലാസിഫിക്കേഷനും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന വാക്കുകളാണല്ലോ. അപ്പം അത് തമ്മിലുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് ഡിഫറൻസും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി അതിൻ്റെ അർത്ഥം എന്താണെന്ന്. നമ്മൾ രണ്ടും ഗ്രൂപ്പിംഗ് തന്നെയാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? Generally, we refer to a grouping as clustering. When we cannot name the groups, it is getting segregated into. In classification, we can succinctly elucidate the classes in which data is segregated. ഒന്നുമില്ല, ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ക്ലസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ഒരു നെയിം ആയിട്ട് കാണത്തില്ല, നമുക്കതെന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. എന്നാൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഏതൊക്കെ ക്ലാസ്സിലോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കെ മീൻസ് ക്ലസ്റ്ററിങ്ങിൽ നമ്മൾ ക്ലസ്റ്റർ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളൊരു കേക്ക് ഒരു വാല്യൂ കൊടുക്കുമല്ലോ. അപ്പോൾ ഓരോ ക്ലസ്റ്ററും എന്തൊക്കെയായിട്ടായിരിക്കും വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യമേ നമ്മൾ അത് ക്ലസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഒബ്സർവ് ചെയ്തിട്ടൊക്കെ എടുത്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല. നമുക്ക് ക്ലിയർലി ഏതൊക്കെ ക്ലാസിഫിക്കേഷനായിട്ട് അത് പോകും എന്ന് പറയാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് തന്നെയായിരുന്നു. ജസ്റ്റ് ഒരു റീക്യാപ്പ് ആയിട്ട് വെച്ചതാണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് തന്നെയാണ്. അത് ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ജനറലി യൂസ് ചെയ്യാറ്. It mimics a biological neuron, taking inputs, processing them with weights and producing an output. പെർസെപ്ട്രോൺ എന്ന് പറയുന്നതിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ കാണാവൂ. ഹിഡൻ ലെയേഴ്സ് കാണരുത്. ഇൻപുട്ട് ലെയറിലും ഔട്ട്പുട്ട് ലെയറിലും എത്ര ന്യൂറോൺസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലി അങ്ങനെയാണ്. പക്ഷെ ഒരു ലെയറിൽ നമുക്ക് എത്ര ന്യൂറോൺസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ജനറലി സിംപ്ലസ്റ്റ് ഒരു പെർസെപ്ട്രോണിലും സിംപ്ലസ്റ്റ് പെർസെപ്ട്രോൺ നമുക്ക് യൂസ് ചെയ്യാവുന്നത് ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്ട് ലെയറിൽ 2ഉം ഔട്ട്പുട്ട് ലെയറിൽ 1ഉം ആയിട്ടുള്ള പെർസെപ്ട്രോൺ ആണ്. ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും. പിന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നും ഒരു ന്യൂറോണിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും അത് അതിലോട്ട് ആക്ടിവേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും എങ്ങനെയാണ് വരുന്നതും എന്നുള്ളത് കാണാം. പിന്നെ വരുന്നതാണ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. പെർസെപ്ട്രോണിൽ ഹിഡൻ ലെയേഴ്സ് വരുമ്പോഴാണ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ആവുന്നത്. അത് ANN തന്നെയാണ്. ഇറ്റ് ഇസ് അനലോഗസ് ടു an ANN. It has multiple hidden layers. A perceptron is considered the simplest network and hence it was discovered first. ഈ ഐഡിയ ആയിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് പെർസെപ്ട്രോൺ വന്നിട്ട് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വന്നപ്പം അതിനെ ഒരു ബ്രോഡർ കാറ്റഗറി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അടുത്തതായിട്ടുള്ളത് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറമാണ്. ഈ തിയറത്തിന്റെ ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് മാത്രമേ സിലബസിലുള്ളൂ. അതിന്റെ പ്രൂഫായിട്ട് സിലബസിൽ ഇല്ല. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. A feed-forward neural network with a single hidden layer containing a finite number of neurons can approximate any continuous function on a compact input domain given sufficient neurons and appropriate weights. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കാം. A feed-forward neural network with a single hidden layer containing a finite number of neurons can approximate any continuous function on a compact input domain given sufficient neurons and appropriate weights. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ് കീ ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേം തന്നെ നോക്കാം. എ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്. ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് ഇൻപുട്ട് ലെയറിൽ നിന്ന്
ഔട്ട്പുട്ട് ലെയറിലേക്ക് മാത്രമായിരിക്കും. റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിൽ നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ വയ്ക്കാൻ പറ്റും. എന്നാൽ ബാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അവിടെ ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് അൽഗോരിതമാണ്. ഈ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുന്നത് ട്രെയിനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും ഇൻപുട്ട് ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലേക്ക് മാത്രമേ അതിൻ്റെ ഒരു ട്രാവൽ കാണത്തുള്ളൂ. തിരിച്ചൊരു ഫീഡ്ബാക്ക് ഒന്നും കാണത്തില്ല. ട്രെയിനിങ് അതിന് മുമ്പുള്ള പ്രോസസ്സാണ്. അതിൽ ബാക്ക് പ്രൊപ്പഗേഷൻ, ഗ്രേഡിയന്റ് ഡിസെന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ ഡേറ്റ ഇൻപുട്ട് ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലേക്ക് മാത്രമേ പോവാറുള്ളൂ. അതിൽ ഫീഡ്ബാക്സ് ഇല്ല. വിത്ത് എ സിംഗിൾ ഹിഡൻ ലെയർ. അപ്പം ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് എ സിംഗിൾ ഹിഡൻ ലെയർ. അപ്പോൾ ഒരു ഇൻപുട്ട് ലെയർ കാണും, ഒരു ഹിഡൻ ലെയർ കാണും, ഒരു ഔട്ട്പുട്ട് ലെയർ കാണും. കണ്ടെയ്നിങ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ന്യൂറോൺസ്. ഇതിലെല്ലാം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ന്യൂറോൺസ് മാത്രമേ കാണത്തുള്ളൂ. ഇതിൻ്റെ ഇൻപുട്ട് ലെയറിൽ ഇത്ര ഒരു നമ്പർ ന്യൂറോൺസ്, ഹിഡൻ ലെയറിൽ ഇത്ര നമ്പർ ന്യൂറോൺസ്, ഔട്ട്പുട്ട് ലെയറിൽ ഇത്ര നമ്പർ ഓഫ് ന്യൂറോൺസ്. അത് ഫൈനൈറ്റ് ഒരു നമ്പർ ആയിരിക്കും. ക്യാൻ അപ്രോക്സിമേറ്റ്. ഇതും ആക്ച്വലി ഒരു കീ ടേമാണ്, അപ്രോക്സിമേറ്റ്. കാര്യം നമുക്ക് അത് ഒരു കൃത്യം ഒരു വാല്യൂ, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും എന്ന് പറയുന്നില്ല. അത് അപ്രോക്സിമേറ്റ് ചെയ്തൊരു വാല്യൂ കിട്ടുന്നേ പറയുന്നുള്ളൂ. ഇനി കണ്ടിന്യൂസ് ഫങ്ഷൻ. കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫങ്ഷൻസിൽ ബ്രേക്ക് കാണത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ടിൽ സ്മോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതിലൊരു ബ്രേക്ക് കാണത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഫങ്ഷനെ ഓൺ എ കോമ്പാക്ട് ഇൻപുട്ട് ഡൊമെയിൻ. കോമ്പാക്ട് ഇൻപുട്ട് ഡൊമെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ബിറ്റ്വീൻ എ ക്ലോസ്ഡ് ഇന്റർവെൽ given sufficient neurons and appropriate weights. അപ്പം ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരു ഹിഡൻ ലെയർ മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെയും ഒരു ക്ലോസ്ഡ് ഇന്റർവെലിനെ സഫിഷ്യന്റ് ന്യൂറോൺസ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും. നമുക്ക് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെയും ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിലുള്ള വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് അതിൽ സിംഗിൾ ഹിഡൻ ലെയർ മാത്രം മതിയാവും. അതിനുശേഷം ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ന്യൂറൽ നെറ്റ്വർക്കിൽ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡേറ്റ ആയിരിക്കും ഉള്ളത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെ ബിഹേവ് ചെയ്യും അതനുസരിച്ചിട്ട് ആ ന്യൂറൽ നെറ്റ്വർക്ക് ബിഹേവ് ചെയ്യും. അതാണ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കീ പോയിന്റ്സ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സിംഗിൾ ഹിഡൻ ലെയർ സഫിഷ്യൻസി. ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഹിഡൻ ലെയർ സഫിഷ്യൻസിയാണ്. ഈവൻ വിത്ത് ജസ്റ്റ് വൺ ഹിഡൻ ലെയർ, എ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ലൈക്ക് സിഗ്മോയിഡ് ഓർ ReLU can approximate കോംപ്ലക്സ് ഫങ്ഷൻസ്. ഈവൻ കോംപ്ലക്സ് ഫങ്ഷൻസിനെ ഇങ്ങനെയുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ഹിഡൻ ലെയർ മാത്രമേ ഉള്ളൂ എങ്കിലും. വിത്ത് നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ ഫങ്ഷൻസ് ഒക്കെ സിഗ്മോയിഡ് അല്ലെങ്കിൽ ReLU ആയിരിക്കും, കുറച്ച് നമുക്ക് നല്ല ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനൊരു സിംഗിൾ ഹിഡൻ ലെയർ മതി എന്നാണ് ഈ തിയറം പറയുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നോൺ ലീനിയാരിറ്റി ഇസ് ക്രിട്ടിക്കൽ. ദ ആക്ടിവേഷൻ ഫങ്ഷൻ യൂസ്ഡ് മസ്റ്റ് ബി നോൺ ലീനിയർ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സാമ്പിളിലെടുത്ത് സിമ്പിൾ പീസ് വൈസ് ഫംഗ്ഷൻ പോലെ ആയിരിക്കത്തില്ല. ഇവിടെ നോൺ ലീനിയർ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ദ നെറ്റ്വർക്ക് റെഡ്യൂസസ് ടു എ ലീനിയർ മോഡൽ വിച്ച് കനോട്ട് അപ്രോക്സിമേറ്റ് ആർബിട്രറി നോൺ ലീനിയർ ഫങ്ഷൻസ്. നമ്മൾ ഏതൊരു കണ്ടിന്യൂസ് ഫങ്ഷൻ എന്നും പറഞ്ഞു, അത് നോൺ ലീനിയർ ആവാം. അങ്ങനെയുള്ള ഒരു ഫങ്ഷനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ദാറ്റ് ആർ നോൺ ലീനിയർ. അത് കാരണം സിഗ്മോയിഡ് അല്ലെങ്കിൽ ReLU പോലത്തെ ആക്ടിവേഷൻ ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ReLU എന്ന് പറയുന്നത് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ആണ്. അത് വെച്ചിട്ടൊക്കെ ആണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോ ഗ്യാരണ്ടി ഓൺ ട്രെയിനിങ്. The theorem guarantees existence of such a network, not that training via gradient descent will find it efficiently. ഈ തിയറം പറയുന്നത് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകാം, പക്ഷെ അതിന്റെ ട്രെയിനിങ് ഗ്രേഡിയന്റ് ഡിസെന്റ് പോലത്തെ മെത്തേഡ് വെച്ചിട്ട് എഫിഷ്യന്റ് ആവും എന്ന് ആ തിയറം പറയുന്നില്ല. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് മാത്രമേ ആ തിയറം പറയുന്നുള്ളൂ.
അതിന്റെ ട്രെയിനിങ് ഏത് മെത്തേഡ് ഗ്രേഡിയന്റ് ഡിസെന്റ് ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും പറയുന്നില്ല. അതാണ് തേർഡ് പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് അബൌട്ട് പെർഫെക്റ്റ് ആക്യുറസി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ആക്യുറസി ആയിരിക്കില്ല അവിടെ കിട്ടുന്നത്. ഇറ്റ്സ് അബൌട്ട് ഗെറ്റിംഗ് ആർബിട്രറിലി ക്ലോസ് ടു ദ ടാർഗറ്റ് ഫംഗ്ഷൻ, നോട്ട് എക്സാക്ട് റെപ്ലിക്കേഷൻ. ഒരു സർട്ടൻ ഒരു ലെവൽ വരെ അതിന്റെ അടുത്തെത്തും, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അടുത്തത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ റിഗ്രഷൻ. റിഗ്രഷൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, റിഗ്രഷൻ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക്സും ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് പ്രെഡിക്ഷൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പം ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്യാൻ പെർഫോം റിഗ്രഷൻ by learning to map input features to continuous output values. The architecture typically consists of an input layer to receive feature values, one or more hidden layers with nonlinear activation functions such as ReLU, rectified linear unit, or hyperbolic tan, and an output layer with a single neuron for scalar regression. ഒരു വാല്യൂയിലോട്ട് മാത്രം എത്തുന്ന, ഒരു വാല്യൂ മാത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ ഔട്ട്പുട്ട് ന്യൂറോൺ മതിയാകും. ദ ഔട്ട്പുട്ട് ലെയർ യൂസസ് നോ ആക്ടിവേഷൻ ഫംഗ്ഷൻ, അതായത് ലീനിയർ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? സോ ദാറ്റ് ദ നെറ്റ്വർക്ക് ക്യാൻ പ്രൊഡ്യൂസ് എനി റിയൽ നമ്പർ ആസ് ഔട്ട്പുട്ട്. അതിന് ഏതൊരു റിയൽ നമ്പറും ഡയറക്റ്റ്ലി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം. അവിടെ ഒരു ആക്ടിവേഷൻ ആവശ്യമില്ല. പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആക്ടിവേഷൻ വേണ്ട, ഡയറക്റ്റ്ലി അതൊരു വാല്യൂ അങ്ങ് തരികയായിരിക്കും. ലീനിയർ, ഇവിടെ ഇപ്പം റിയൽ നമ്പർ, ഏതൊരു റിയൽ നമ്പറും ഔട്ട്പുട്ട് ആയിട്ട് തരാൻ വേണ്ടി നോ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. നോ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. അതെന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഈ ഫംഗ്ഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണോ വരുന്നത് അത് ഡയറക്റ്റ്ലി അങ്ങ് വരികയായിരിക്കും. ഇവിടെ നമ്മളപ്പോൾ ബേസിക്കലി ചെയ്യുന്നത് ഇൻപുട്ട് ലെയറിൽ നമുക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അത്രയും ന്യൂറോൺസ് എടുക്കും. പിന്നെ വൺ ഓർ മോർ, ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഹിഡൻ ലെയേഴ്സ് കാണും, വൺ ഓർ മോർ. പിന്നെ ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ ഒരു വാല്യൂ മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഒരു ന്യൂറോൺ മാത്രം ഉപയോഗിക്കും. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഔട്ട്പുട്ട് കിട്ടും. അവിടെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആയിട്ടുള്ള ReLU അല്ലെങ്കിൽ TANH ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പം അടുത്ത പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ സ്ലൈഡുകളിൽ പറഞ്ഞ കാര്യമാണ്. ടു ഇൻട്രൊഡ്യൂസ് നോൺ ലീനിയാരിറ്റി ആൻഡ് അലൗ ദ നെറ്റ്വർക്ക് ടു മോഡൽ കോംപ്ലക്സ് പാറ്റേൺസ് നമ്മൾ നോൺ ലീനിയർ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് ഹിഡൻ ലെയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഔട്ട്പുട്ട് ലെയർ വരുമ്പോഴത്തേക്കും നമ്മൾ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ, അതായത് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവേഷൻ ചെയ്യത്തില്ല, ഡയറക്റ്റ്ലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കും. നമ്മൾ ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ റിഗ്രഷനിൽ നമ്മളൊരു കൺസ്ട്രെയിൻറ്റ് പറയുന്നില്ല. ജനറലി ട്രഡീഷണൽ റിഗ്രഷനിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ എവിടെ വേണേലും വരാം. അത് കാരണം നമ്മൾ റേഞ്ച് കൺസ്ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ലെയറിൽ ഉപയോഗിച്ചാൽ മതിയാവും. എന്നാൽ അല്ലാത്ത കൈൻഡ്സ് ഓഫ് റിഗ്രഷനും ഉണ്ട്. സിഗ്മോയിഡ് അല്ലെങ്കിൽ സോഫ്റ്റ് മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതിൽ വ്യത്യാസം വരും. ഔട്ട്പുട്ട് ലെയറിൽ വ്യത്യാസം വരും. നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷനിൽ വ്യത്യാസം വരും. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the performance of a neural network in regression is typically measured using a loss function. ഇത് ഇവിടെ മാത്രമല്ല, ന്യൂറൽ നെറ്റ്വർക്സിൽ മാത്രമല്ല, ഫിറ്റിങ്ങിലും ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ജനറലി MSE മീൻ സ്ക്വയർഡ് എററും ആർ സ്ക്വയർ എന്ന് പറയുന്ന ആ വാല്യൂവിനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കും. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഇത് ആക്ച്വലി ഒരു ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫാർ അവേ കിടക്കുന്ന കുറേ പോയിന്റ്സിലോട്ട് നമ്മളൊരു ലൈൻ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അധികം പോയിന്റ്സ് വഴിയൊന്നും ഈ ലൈൻ പോയില്ല. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ കുറവായിരിക്കും, മീൻ സ്ക്വയർഡ് എറർ കൂടുതലായിരിക്കും. എന്നാൽ ഏകദേശം ഒരു ലൈനിൽ കിടക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്, അതിന് ആർ സ്ക്വയർ വാല്യൂ കൂടുതലായിരിക്കും, മീൻ സ്ക്വയർഡ് എറർ കുറവായിരിക്കും. അപ്പം എത്ര അതുമായിട്ട് ഫിറ്റ് ചെയ്ത് പോയി എന്നറിയാനാണ് ഈ രണ്ട് വാല്യൂ ഉപയോഗിക്കുന്നത്. ഈ MSE എന്ന് പറയുന്നത് ഒരു ലോസ് ഫംഗ്ഷൻ ആണ്. എത്ര നമുക്ക് ലോസ് ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മീൻ സ്ക്വയർഡ് എററും പറയുന്നുണ്ട്, മീൻ അബ്സല്യൂട്ട് എററും പറയുന്നുണ്ട്. മീൻ സ്ക്വയർഡ് എറർ പീനലൈസസ് ലാർജ് എറേഴ്സ് മോർ ഹെവിലി. വലുതായിട്ടുള്ള എറേഴ്സിനെയാണ് പീനലൈസ് ചെയ്ത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ അല്ലാത്ത കേസസിൽ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ എടുത്തിട്ട് ബാക്കിയുള്ള ഇതിൽ അധികം കാണാൻ പറ്റാത്തത് അവിടെ കാണാം. നമ്മൾ കൂടുതൽ ജനറലി കണ്ടുവരുന്നത് MSE ആണ്. ജനറലി നമ്മൾ എടുത്ത് നോക്കുന്നത് MSE ആണ്. പക്ഷെ MAE എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ലോസ് ഫംഗ്ഷനും ഉണ്ട്. MAE എടുത്ത് നമ്മൾ ജനറലി ഒരുപാട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഫോർ ഡേറ്റാ സെറ്റ്സ് വിത്ത് ഔട്ട്ലെയേഴ്സ്. ഔട്ട്ലെയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാ സെറ്റിൽ വളരെ ഫാർ അവേ, മെയിൻ ബോഡിയിൽ നിന്ന് ഫാർ അവേ ആയിട്ട് കിടക്കുന്ന ഡേറ്റയാണ് നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ജനറലി ഔട്ട്ലെയേഴ്സിനെ, ആവശ്യമില്ലാത്ത ഔട്ട്ലെയേഴ്സിനെ നമ്മൾ ക്ലീനിങ് പ്രോസസ്സിൽ കളയും. പക്ഷെ നമുക്ക് കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഡേറ്റയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ മീൻ സ്ക്വയർഡ് എറർ എടുക്കുന്നതിന് പകരം ട്രെയിൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നത് ഹ്യൂബർ ലോസ് അല്ലെങ്കിൽ MAE, മീൻ അബ്സല്യൂട്ട് എറർ ആയിരിക്കും. കാര്യം അതായിരിക്കും ബെറ്റർ റോബസ്റ്റ് ആൻസർ തരുന്നത്. മീൻ സ്ക്വയർഡ് എററിനെക്കാട്ടി നല്ല ആൻസർ ഇതായിരിക്കും തരുന്നത്. ഇനി ട്രെയിനിങ് ദ നെറ്റ്വർക്ക് ഇൻവോൾവ്സ് ഗ്രേഡിയന്റ് ഡിസെൻസ് ഓർ ഇറ്റ്സ് വേരിയൻസ്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഗ്രേഡിയന്റ് ഡിസെന്റ് അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് പോലത്തെ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നത് ലോസ് ഫംഗ്ഷനെ. ഇപ്പം നമ്മൾ ലോസ് ഫംഗ്ഷൻ എക്സാക്ട്ലി എന്താണെന്ന് പറഞ്ഞു. ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മീൻ സ്ക്വയർഡ് എറർ പോലത്തെ ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ വാല്യൂ നമ്മൾ കുറയ്ക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ R² വാല്യൂ എപ്പോഴും 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. 0.9 ഒക്കെ കിട്ടിയാൽ വളരെ നല്ലത്. 0.1 കിട്ടിയാൽ അത് നല്ലൊരു വാല്യൂ അല്ല, അത്ര എല്ലാത്തിലൂടെയും പോയില്ല. നമുക്ക് 1 കിട്ടിയെന്ന് വരത്തില്ല. 1 കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ ഡേറ്റാ പോയിന്റ്സിലൂടെയും ഫുൾ പോയി എന്നാണ് അർത്ഥം. നമുക്കിപ്പോൾ ഒരു 0.9 ഒക്കെ അടുപ്പിച്ച് കിട്ടിയാൽ വളരെ നല്ലതാണ്. മീൻ സ്ക്വയർഡ് എറർ വളരെ കുറഞ്ഞു ഇരിക്കണം. അപ്പം നമ്മൾ ഈ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന MSE അതിനെ എപ്പോഴും മിനിമൈസ് ചെയ്യാൻ നോക്കും. അതിന് വേണ്ടിയിട്ട് ഗ്രേഡിയന്റ് ഡിസെന്റ് പോലത്തെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്യും, ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിട്ട് ഓരോ വെയിറ്റും അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കും. ദ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം കമ്പ്യൂട്ട് ഗ്രേഡിയൻസ്. ഈ ഗ്രേഡിയന്റ് വാല്യൂസ് ഉണ്ട്. നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഗ്രേഡിയന്റ് വാല്യൂസ് ഉണ്ട്. ലോസിന്റെ ഗ്രേഡിയന്റ് വാല്യൂസിനെയൊക്കെ എടുത്ത് അത് വെയിറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് മാറ്റും, നല്ല ബെറ്റർ വാല്യൂസ് ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ഐറ്ററേഷനിലും മോഡൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ആക്കുന്ന എന്തിനാ? ടു റെഡ്യൂസ് പ്രെഡിക്ഷൻ എറേഴ്സ് ഓവർ ടൈം. അങ്ങനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് ബെറ്റർ മോഡൽസ് ആക്കി എടുക്കും. ഈ മീൻ സ്ക്വയർഡ് എററിന്റെയും R² ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ yi എന്ന് പറയുന്നത് ആക്ച്വൽ ഡേറ്റ പോയിന്റ്, yi ക്യാപ്പ് എന്ന് പറയുന്നത് predicted value. The actual data, predicted data. ഇവിടെയും ആക്ച്വൽ ഡേറ്റ, predicted data. പിന്നെ ഇവിടെ ആക്ച്വൽ ഡേറ്റ, ഈ yi ബാർ എന്ന് പറയുന്നത് മീനാണ്. yi ബാർ എന്ന് പറയുന്നത് മീനാണ്. അപ്പൊ ഇവിടെ yi ഉണ്ട് ആക്ച്വൽ ഡേറ്റ, yi ക്യാപ്പ് ഉണ്ട് predicted data, yi ബാർ ഉണ്ട് മീൻ. ഇങ്ങനത്തെ ഒരു വാല്യൂ രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ഈ രണ്ട് ഫോർമുല വെച്ചിട്ടാണ്. അടുത്തത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഡെമോൺസ്ട്രേഷൻ ഓഫ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ യൂസിങ് MLP. നമ്മൾ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും MLP എന്ന് പറയുന്നത് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് MLP വെച്ചിട്ട് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഒരു MLP എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻപുട്ട് ലെയേഴ്സിൽ ഫീച്ചേഴ്സ് വെക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് ലെയേഴ്സിൽ ഫീച്ചേഴ്സ് വെക്കും. ഹിഡൻ ലെയേഴ്സ് 1 or more കാണാം. 1 or more ഹിഡൻ ലെയേഴ്സ് ഇൻ ബിറ്റ്വീൻ കാണാം. പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയറും കാണാം. ഔട്ട്പുട്ട് ലെയറിൽ 1 ന്യൂറോൺ വയ്ക്കുന്നത് എപ്പോഴാണ്? ഫോർ സിംഗിൾ റിഗ്രഷൻ ടാർഗറ്റ്. നമ്മൾ ഫൈനലി പ്രെഡിക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു വാല്യൂ മതി എന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോൺ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ന്യൂറോൺസും വയ്ക്കാം. അഗെയിൻ ഔട്ട്പുട്ട് ലെയർ നമ്മൾ ലീനിയർ ആക്ടിവേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നില്ല. കാര്യം റിഗ്രഷനിൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺസ്ട്രെയിൻ കൊടുക്കാറില്ല ജനറൽ ട്രഡീഷണൽ റിഗ്രഷനിൽ. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ y = 2x + 3 ഈ ഇക്വേഷൻ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഇൻപുട്ട് ലെയറിൽ ഒരു ന്യൂറോൺ കാണും എക്സിന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഹിഡൻ ലെയർ പറയുന്നുണ്ട്. അവിടെ 2 ന്യൂറോൺസ് വിത്ത് ReLU ആക്ടിവേഷൻ. ReLU ആക്ടിവേഷൻ വെച്ചിട്ട് 2 ന്യൂറോൺ. ഇവിടെ 1 1 ഒരു വെയിറ്റ് ഉണ്ട്, 1 2 ഒരു വെയിറ്റ് ഉണ്ട്, 1 1 ഒരു വെയിറ്റ് ഉണ്ട്, 1 2 ഒരു വെയിറ്റ് ഉണ്ട്.
പിന്നെ രണ്ട് ബയസും പറയുന്നുണ്ട്, B1 B2. രണ്ട് ന്യൂറോണിനും ഓരോ ബയസ് വെച്ചിട്ടും പറയുന്നുണ്ട്. ഇത് ഇൻപുട്ട് ലെയർ, ഇത് ഹിഡൻ ലെയർ. ഫൈനലി ഔട്ട്പുട്ട് ലെയറിൽ ഒരു ന്യൂറോണേ പറയുന്നുള്ളൂ. വൺ ന്യൂറോൺ വിത്ത് ലീനിയർ ആക്ടിവേഷൻ. ഇവിടെയും രണ്ട് കണക്ഷൻസ് ഉണ്ട്, V1 V2 പിന്നെ ഒരു ബയസും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇൻപുട്ട് കൊടുത്ത് ന്യൂറൽ നെറ്റ്വർക്ക് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫൈനലി ഇവിടുന്ന് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് കാണാൻ ഇരിക്കുക. ഇപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. എക്സിന്റെ വാല്യൂ 4 കൊടുക്കുകയാണ്. നമ്മൾ എക്സിന്റെ വാല്യൂ 4 ആയിട്ട് എടുക്കുകയാണ്. ഹിഡൻ ലെയർ ആക്ടിവേഷൻസ് എങ്ങനെ ഇരിക്കും നോക്കാം. അപ്ലൈ വെയ്റ്റ്സ് ആൻഡ് ബയസസ്, ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ എങ്ങനെ വരും? നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ആയിട്ട് എടുത്ത് നോക്കുന്നില്ല, എങ്ങനെ വരും എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞു, ഒരു ന്യൂറോൺ വഴി പോകുമ്പോഴത്തേക്കും WX+B, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് നോക്കിയായിരുന്നു. W × X+B എന്നാണ് എടുക്കുക. W വെയിറ്റ് ആണ്, Z = W × X+B. എന്നിട്ട് ഈ ഇസഡിലോട്ടാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. അപ്പം Z = W × X+B. ഈ W എന്ന് പറയുന്നത് വെയിറ്റ് ആണ്, X ഇൻപുട്ട് ആണ്, B ബയസ് ആണ്. എന്നിട്ട് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷനിലോട്ട് കൊടുത്തിട്ട് വാല്യൂ എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്ലൈ വെയ്റ്റ്സ് ആൻഡ് ബയസസ്, ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. നമ്മൾ വെയ്റ്റ്സ് ആൻഡ് ബയസസ് അപ്ലൈ ചെയ്തിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം H1 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ന്യൂറോണിൽ വരുന്നതാണ്. H2 എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്. H1 H2. H1 എങ്ങനെ വരും? W11 × X. X ഇവിടുന്ന് കൊടുക്കുന്നതാണ്, X plus B1. W11 × X plus B1. അങ്ങനെ വരും. ഒരു കണക്ഷൻ ആണ് ഇവിടുന്ന് വരുന്നത്. അത് കാരണം ഈ ഒരു ആൻസർ മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. സെക്കൻഡ് ന്യൂറോണിൽ വന്നിട്ട് അവിടെ എങ്ങനെ വരും? W12 × X plus B2. ഇനി ഇതിനെ രണ്ടിനെ ഇവിടെ എത്തുമ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിയിട്ട് രണ്ടിനും നമ്മൾ ഏത് ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ReLU. ഇപ്പൊ രണ്ടിലും ReLU ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താണ് ഇവിടെ ആൻസർ ഇരിക്കുന്നത്. ആ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. സോ ഡയറക്റ്റ് അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഇതിനെ നമ്മൾ H1 എന്ന് വിളിക്കുന്നു. വാല്യൂ നമ്മൾ ഇപ്പം കണക്കാക്കുന്നില്ല. ഇതിനെ H1 H2 എന്ന് വിളിച്ചിട്ട് അപ്പം ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഫൈനൽ ഔട്ട്പുട്ട് ലെയറിൽ എത്തുമ്പോഴത്തേക്കും V1 ഇവിടുത്തെ വെയിറ്റ്, V1 × ഇവിടുത്തെ വാല്യൂ, കഴിഞ്ഞ ലെയറിലെ വാല്യൂ ആണ് ഇപ്പം ഇവിടെ ഇൻപുട്ട് ആയിട്ടിരിക്കുന്നത്. അപ്പം V1 ടൈംസ് H1 പ്ലസ് V2 ടൈംസ് H2 പ്ലസ് B. ഇതെങ്ങനെയാ വന്നത്? ഒരു ന്യൂറോണിലോട്ട് എത്ര സ്ഥലത്തു നിന്ന് വരുന്നോ അതെല്ലാം സമ്മേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഒരു ന്യൂറോണിലോട്ട് 3 ലിങ്ക്സ് വരുന്നുണ്ടെങ്കിൽ 3 നിന്നുള്ള കോൺട്രിബ്യൂഷനും നമ്മൾ ആഡ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം 2 വരുന്നുള്ളൂ, ഇവിടെ 1 വന്നായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ 2 ഉണ്ട്. അപ്പം ആ 2 നമ്മൾ ആഡ് ചെയ്തെടുക്കണം. ഇത് ഫസ്റ്റ് ന്യൂറോണ്ടത്, ഇത് സെക്കൻഡ് ന്യൂറോണ്ടത്, പിന്നെ അതിൻ്റെ ബയസും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇല്ല, നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുകയാണ്. ലീനിയർ, സോ നോ ആക്ടിവേഷൻ. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫൈനലി കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന ഒരു മോഡല് ഈ ഫംഗ്ഷനെ ലേൺ ചെയ്ത് എടുത്തിട്ടുണ്ടാവും. ഇനി ബാക്ക് പ്രൊപ്പഗേഷൻ കമ്പ്യൂട്ട്സ് ഗ്രേഡിയൻസ് ഓഫ് ലോസ് വിത്ത് റെസ്പെക്ട് ടു വെയ്റ്റ്സ് ആൻഡ് ബയസ്. വെയ്റ്റ്സിനെയും ബയസിനെയും ബേസ് ചെയ്തിട്ട് ലോസ് ഫംഗ്ഷന്റെ ഗ്രേഡിയൻസ് ഓരോ തവണയും ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഐറ്ററേറ്റീവ് ആയിട്ട് വെയ്റ്റ്സിന്റെയും ബയസിന്റെ ഒക്കെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ട്രെയിനിങ് ചെയ്ത് ഫൈനലി ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രേഡിയന്റ് ഡിസെൻഡ് പോലത്തെ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. The network adjusts weight and biases to reduce the error. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എറർ മാക്സിമം മിനിമൈസ് ചെയ്യണം, നമുക്ക് മോഡലിന്റെ എഫിഷ്യൻസി മാക്സിമം കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാത്തിലും നല്ല ഒരു ഒപ്റ്റിമൈസ്ഡ് വാല്യൂ കണ്ടുപിടിച്ചെടുക്കുന്നത്. അടുത്തതായി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾ കാണാം. നമ്മൾ കഴിഞ്ഞതായിട്ട് റിഗ്രഷന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു കണ്ടത്. ഇനി ലേൺ ഫിറ്റ് ഓർ അൺഫിറ്റ്, അതായത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫിറ്റ് ആണോ ആ ആള്, അൺഫിറ്റ് ആണോ എന്ന് നമുക്ക്
കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 2 ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവേഴ്സ് ഓഫ് എക്സസൈസ് പെർ വീക്കും ജങ്ക് ഫുഡ് മീൽസ് പെർ വീക്കും. ആള് ആ വീക്കിൽ എത്ര എക്സസൈസ് ചെയ്തു, അതുപോലെ തന്നെ എത്ര മീൽസ് ഓഫ് ജങ്ക് ഫുഡ് ആണ് എടുത്തത് എന്നുള്ള ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത് 1 അല്ലെങ്കിൽ 0 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആണ്, 0 എന്ന് പറഞ്ഞാൽ ആ ആള് ഫിറ്റ് അല്ല എന്നാണ് അർത്ഥം. ഇവിടെ ഇൻപുട്ട് ലെയറിൽ 2 ഇൻപുട്ട് വരുന്നുണ്ട്. നമ്മൾ കണ്ടതുപോലെ x1ഉം x2ഉം. x1ഉം വരുന്നുണ്ട്, x2ഉം വരുന്നുണ്ട്. ഹിഡൻ ലെയറിൽ 2 ന്യൂറോൺ ആണ് വരുന്നത്. അതിന് RELU ആക്ടിവേഷൻ ആണ്. ഹിഡൻ ലെയറിൽ 2 ന്യൂറോൺ ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ജനറലി നമ്മൾ ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് കൺസിഡർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ലെയറിലെ ന്യൂറോൺസിനെ അടുത്ത ലെയറിലെ എല്ലാ ന്യൂറോൺസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. ഇത് ലെയർ 1, അതായത് നമ്മുടെ ഇൻപുട്ട് ലെയർ. ഇത് ലെയർ 2, നമ്മുടെ ഹിഡൻ ലെയർ. ഇനി ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ ഒരു ന്യൂറോണിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ലെയർ 3 ആയിട്ട് വരും. അതിൽ ഒരു ന്യൂറോണേ വരുന്നുള്ളൂ. അതിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ആ വരുന്ന ഒരു ന്യൂറോൺ ലീനിയർലി ആക്ടിവേറ്റഡ് അല്ല, സിഗ്മോയിഡ് ആക്ടിവേഷൻ ആണ്. കാര്യം നമുക്ക് ഇവിടെ റിഗ്രഷൻ അല്ല ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടേണ്ടത് പ്രോബബിലിറ്റി ആണ്. അപ്പൊ പ്രോബബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 0ന്റെയും 1ന്റെയും ഇടയിൽ മാത്രമേ ആൻസർ വരാവൂ. അപ്പം സിഗ്മോയിഡ് ആക്ടിവേഷൻ ഉപയോഗിച്ചാൽ നമ്മൾ അതിൽ സിഗ്മോയിഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രോബബിലിറ്റി ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഫിറ്റിൽ അല്ലെങ്കിൽ അൺഫിറ്റിൽ വരുന്ന എത്ര പ്രോബബിലിറ്റി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, ആക്ടിവേഷൻ ഉപയോഗിച്ചിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അടുത്തയായിട്ട് നമുക്ക് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്സിൽ എങ്ങനെയൊക്കെയാണ് ഇൻപുട്സും ഔട്ട്പുട്സിന്റെയും വാല്യൂസ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇൻപുട്ട് ലെയറിൽ 2 ന്യൂറോൺ ആണുള്ളത്. x1 എന്നും x2 എന്നും അത് ഇൻപുട്ട് എടുക്കുന്നു. നമ്മുടെ ഹിഡൻ ലെയറിൽ 2 ന്യൂറോൺസ് ഉണ്ട്. അത് ഫുള്ളി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ലെയറിലെ എല്ലാ ന്യൂറോണേയും അടുത്ത ലെയറുമായിട്ട് കണക്ട് ചെയ്യണം. ഫൈനലി ഔട്ട്പുട്ട് ലെയറിൽ ഒരു ന്യൂറോൺ ആണുള്ളത്. ഇനി നമുക്ക് വെയ്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ വെയ്റ്റിനെ W11 എന്ന് വിളിക്കാം. ഇത് W12, ഇത് W21, ഇത് W22, ഇവിടെ V1, ഇവിടെ V2. ഇനി നമ്മുടെ ഈ Z, Z1, Z2 എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. Z എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ ആക്ടിവേഷൻ അപ്ലൈ ആകുന്നതിന് മുമ്പ്, ആക്ടിവേഷൻ അപ്ലൈ ആയി കഴിയുമ്പോഴത്തേക്കും അത് ഇപ്പുറത്തെ H1 ആകും. അതുപോലെ ഇവിടെ Z2 ആക്ടിവേഷൻ അപ്ലൈ ആയി കഴിയുമ്പോഴത്തേക്കും H2. ഫൈനലി ഈ ഇവിടുത്തെ ഔട്ട്പുട്ട് ന്യൂറോണിന്റെ അവിടെ എത്തുന്ന ഔട്ട്പുട്ടാണ് Z. നമ്മൾ അതിലേക്ക് ആക്ടിവേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് Y കിട്ടും. ഇതിലോട്ട് ആക്ടിവേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Y കിട്ടും. നമ്മുടെ ഹിഡൻ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ ആണ് RELU ആക്ടിവേഷൻ. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സിഗ്മോയിഡ് ആക്ടിവേഷൻ ആണ്. ഇനി ഔട്ട്പുട്ട്സ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എടുത്ത സമയത്ത് നോക്കിയായിരുന്നു. ഒരു ന്യൂറോണിൽ നിന്ന് വെളിയിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് പ്ലസ് ബയസ് ആണ്. നമ്മൾ വെയിറ്റിനെ ഇൻപുട്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബയസിനെ ആഡ് ചെയ്യും. അതുപോലെ ഒരു ന്യൂറോണിലേക്ക് ഏതൊക്കെ ന്യൂറോണിൽ നിന്ന് കണക്ഷൻ വരുന്നു, ഏതൊക്കെ ന്യൂറോണിൽ നിന്ന് ലിങ്ക്സ് വരുന്നോ അവിടുത്തെ എല്ലാ കോൺട്രിബ്യൂഷനെയും നമ്മൾ ആഡ് ചെയ്യും. ഒരു ന്യൂറോണിൽ എവിടെ നിന്നൊക്കെയാണോ കോൺട്രിബ്യൂഷൻ വരുന്നത് നമ്മൾ അതിനെയൊക്കെ ആഡ് ചെയ്യും. അപ്പം ഈ ന്യൂറോണിൽ നമ്മൾ എവിടെ നിന്നൊക്കെ കോൺട്രിബ്യൂഷൻ വരുന്നോ അവിടെ നിന്നെല്ലാം ആഡ് ചെയ്യണം. അപ്പം ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടുത്തെ കോൺട്രിബ്യൂഷനും ആഡ് ചെയ്യണം. ഈ ന്യൂറോണിലും ഈ ന്യൂറോണിലെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ 2 പാർട്ടായിട്ട് ആഡ് ചെയ്യുന്നത്. ഇവിടെ അപ്പം ഈ ന്യൂറോണിലെ കോൺട്രിബ്യൂഷനായ W11 ഇൻറ്റു x1 ആഡ് ചെയ്യുന്നു. ഇവിടെ പിന്നെ അടുത്തതായിട്ട് ഈ ന്യൂറോണിലെ കോൺട്രിബ്യൂഷനായ W12 ഇൻറ്റു x2 ആഡ് ചെയ്യുന്നു. അതിനെ രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്ത് ബയസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ Z1ന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി ഈ Z1ന്റെ വാല്യൂയിലേക്ക് നമ്മൾ RELU ആക്ടിവേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് H1 കിട്ടും. അതുപോലെ തന്നെ Z2ൽ നമ്മൾ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ന്യൂറോണിലെ കോൺട്രിബ്യൂഷൻ W21 ഇൻറ്റു x1 പ്ലസ് W22 ഇൻറ്റു x2. ഈ 2 കോൺട്രിബ്യൂഷനും ആഡ് ചെയ്തിട്ട് നമ്മൾ ബയസ് 2 ആഡ് ചെയ്യുന്നു. ബയസ് 1 എന്ന് പറയുന്നത് ഇവിടുത്തെ, ബയസ് 2 എന്ന് പറയുന്നത് ഇവിടുത്തെ. അതിനെ ഈ ബയസ് 2വിനെയാണ് നമ്മൾ Z2ൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ആക്ടിവേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക്
H2 ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് H1ഉം H2ഉം ലഭിക്കുന്നു. ഇനി ഫൈനലി ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന ഈ Z കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ കോൺട്രിബ്യൂഷനും ഈ വെയിറ്റിനെ റെസ്പെക്റ്റീവ് ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും Z കിട്ടും. അതിനുവേണ്ടി V1 into H1 plus V2 into H2, ഇവിടത്തെ ഈ കിട്ടുന്ന ഔട്ട്പുട്ട് പിന്നെ ഇവിടുത്തെ വെയിറ്റ് V1 into H1 plus V2 into H2 plus ബയസ്, ഇവിടുത്തെ ആ ബയസ് വാല്യൂ, നമ്മുടെ ഔട്ട്പുട്ട് ന്യൂറോണിലെ ബയസ് വാല്യൂ, ഈ കോൺട്രിബ്യൂഷൻ ഈ ന്യൂറോണിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നതിനെ ഇവിടുത്തെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടുത്തത് ഇവിടുന്ന് വെളിയിൽ വരുന്നതിനെ ഇവിടത്തെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ Z കിട്ടും. എന്നിട്ട് അതിലോട്ട് നമ്മൾ ബയസിനെയും കൂടെ ആഡ് ചെയ്യും. ഫൈനലി നമ്മൾ ഈ ന്യൂറോണിൽ നിന്ന് ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് വെളിയിൽ വരുന്ന ഇസഡിനെ നമ്മൾ ആക്ടിവേഷൻ അപ്ലൈ ചെയ്യുന്നു, സിഗ്മോയിഡ് അപ്ലൈ ചെയ്യുന്നു, അപ്പൊ നമുക്ക് Y കിട്ടും. ഈ Y സിഗ്മോയിഡ് അപ്ലൈ ചെയ്ത് കഴിയുന്നത് കൊണ്ട് തന്നെ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. അതൊരു പ്രോബബിലിറ്റി ആയിരിക്കും. ഏത് ക്ലാസ്സിലേക്കാണോ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബബിലിറ്റി. ഈ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിലെല്ലാം ജനറലി നമ്മളൊരു ക്രൈറ്റീരിയൻ വയ്ക്കും. ഇവിടെ ക്രൈറ്റീരിയൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 0.5നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ ഫിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഫിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഫൈനലി ഇവിടെ ഒരു പ്രോബബിലിറ്റി വാല്യൂ വരുന്നതിനെ എടുത്തിട്ട് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. അത് 0.5നെക്കാട്ടിയും വലുതാണെങ്കിൽ നമ്മൾ ഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, 0.5ന്റെ താഴെയാണെങ്കിൽ നമ്മൾ അൺഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ 0.5ന്റെ മുകളിൽ വരുമ്പോഴത്തേക്കും വരുന്ന ഔട്ട്പുട്ട് 1 എന്നായിരിക്കും, 0.5ന്റെ താഴെ വരുമ്പോഴത്തേക്കും അത് 0 ആയിട്ടായിരിക്കും വരിക. അങ്ങനെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ആവുന്നത്. ഈ ടോപ്പിക്കോടെ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലേക്ക് കടക്കാൻ ഉള്ള നമ്മുടെ ഫസ്റ്റ് മോഡ്യൂള് ഫിനിഷ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത മോഡ്യൂൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം. താങ്ക് യു.